വാലിൻ്റെ ആകൃതിയിലുള്ള പാറക്കെട്ടുകളെ നിങ്ങളെന്താ വിളിക്കുക? ഹായ് ഹലോ, ദിസ് ഈസ് അമ്മാളു. വെൽക്കം ടു നാട്ടുവർത്താനം സീരീസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാൽപ്പാറ, അതായത് വാൾപ്പാറ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ആളിയാറിനടുത്ത് കിടക്കുന്ന ഹിൽ സ്റ്റേഷൻ്റെ പറ്റിയിട്ടുള്ളതാണ്. സോ ഈ ഹിൽ സ്റ്റേഷൻ വാൽപ്പാറ എന്നുള്ള നെയിം വന്നിട്ടുള്ളത് വാൽപ്പാറ. വാൽ എന്ന് പറഞ്ഞാൽ ടെയിലെന്നും പാറ എന്ന് പറഞ്ഞാൽ റോക്കെന്നുമാണ് അർത്ഥം വരിക. സോ വാലെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഒരു വാലിൻ്റെ ആകൃതിയിൽ നീണ്ടു കിടക്കുന്നത് കൊണ്ടാണ് വാലെന്നും, നിറയെ പാറക്കെട്ടുകൾ നിറഞ്ഞ മലനിരക്കുകളായതുകൊണ്ടാണ് പാറ എന്നുള്ള രീതിയിൽ വാൽപ്പാറ, വാലിൻ്റെ ആകൃതിയിലുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം എന്നുള്ള പേരിൽ വാൽപ്പാറ എന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് പഴയ കാലത്ത് ഈ പ്രദേശത്തിനെ പൂനച്ചി മല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്താണ് വാൾപ്പാറ എന്ന പേര് വരുന്നത്. വാൾപ്പാറയെ പറ്റിയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി മുകളിലാണ്. അതുപോലെ തന്നെ 40-ലേറെ ഹെയർ പിൻ വളവുകൾ കടന്നു വേണം ആഴിയാറിൽ നിന്ന് നമുക്ക് വാൾപ്പാറയിലേക്ക് എത്തിച്ചേരാൻ. ഇത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. സമ്പദ് വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തേയില, കാപ്പിത്തോട്ടങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാപ്പിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചത് 1846-ലാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് വലിയ തോട്ടങ്ങളായിട്ട് മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനമല ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആനകൾ, കടുവകൾ, വരയാടുകൾ, സിംഹവാലൻ കുരങ്ങൾ ഇതിനെയൊക്കെ കാണാനായിട്ട് നമുക്ക് വാൾപ്പാറയിൽ പറ്റും. സോ ഇത്ര ഭൂമിശാസ്ത്രപരമായിട്ട് ഇത്ര നിൽക്കുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ചുരുക്കം ചില മലനിരകളിൽ ഒരു ഹിൽ സ്റ്റേഷനാണ് വാൾപ്പാറ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.